പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സുരേഷ് അരീക്കോട്, മുകുളം മലയാളം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒരു മാതൃകാ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പേ നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ഒരു മാർക്കിംഗ് സ്കീം, വിവിധ സ്കോറുകളിലുള്ള ചോദ്യങ്ങളുടെ ഒരു രൂപമാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ 40 മാർക്കിൻ്റെ ചോദ്യപേപ്പറിൽ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ട ചോദ്യങ്ങളാണ്. അത് 4 നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. 4 മാർക്ക് ആകെ സ്കോർ വരുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നത് 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളാണ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. കൂടുതൽ സമയം നഷ്ടപ്പെടുന്ന രീതിയിൽ രണ്ടും എഴുതി വെക്കുന്ന രീതി കാണാറുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 4 എണ്ണത്തിന് കൃത്യമായി ഉത്തരം എഴുതണം. അതിലും പറഞ്ഞതുപോലെ എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ എയോ ബിയോ മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അവസാന ചോദ്യമായിട്ട് വരുന്നത് വിശദീകരിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ്. 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതുക. ഒരു ചോദ്യം എന്തായാലും ആസ്വാദനക്കുറിപ്പായിരിക്കും വരുന്നത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന രീതി, അതിൻ്റെ മൂല്യാംശങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഒരു 20 മാർക്കിൻ്റെ ഒരു ചോദ്യപേപ്പർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ചോദ്യപേപ്പറിലെ നിർദ്ദേശങ്ങൾ കൃത്യമായും വായിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയത്ത് ചോദ്യങ്ങൾ നന്നായി വായിക്കാനും ഉത്തരങ്ങൾ ക്രമീകരിക്കാൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കൃത്യമായി വായിക്കുക. മാർക്കും സ്കോറും നോക്കിയിട്ട് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരങ്ങൾ എഴുതി സമയം കളയരുത്. ഒരു 3-4 വാക്യത്തിൽ ഉത്തരം എഴുതുക. അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട വാല്യൂ പോയിന്റ്സ്, മൂല്യാംശങ്ങൾ എഴുതിയാലും മതി. അതോടൊപ്പം തന്നെ ഇതിൽ എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ എ ഓർ ബി ക്വസ്റ്റ്യനുകളിൽ എയോ ബിയോ ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. രണ്ടും കൂടി എഴുതുമ്പോഴേക്കും നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ ഭാഗത്തെ ചോദ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുന്ന ചോദ്യങ്ങളാണ്. മാതൃകാ ചോദ്യപേപ്പറിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം: ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം. ജീവിതം തന്നെ അറിയില്ല എന്ന ഭാഗം അടിവരയിട്ടിട്ടുണ്ട്. അടിവരയിട്ട ഭാഗം അല്ലെങ്കിൽ പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഭാഷ ജീവിതാബോധം നൽകുന്നില്ല. ഭാഷ തൊഴിൽ നേടാൻ മാത്രമുള്ളതാണ്. ശാസ്ത്രയുഗത്തിൽ ഭാഷ ഇല്ലെങ്കിലും ജീവിക്കാം. ഡി വരുന്നത് ഭാഷയും ജീവിതവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഭാഷയും ജീവിതവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതം തന്നെ അറിയില്ല എന്നതുകൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ, ജനനി തൻ്റെ ദശ ഇങ്ങനെ. ഇത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ഹംസത്തിന്റെ ഈ വാക്കുകളിൽ പ്രകടമാകുന്ന ജീവിത മൂല്യം എന്ത്? ഈ പാഠം നമ്മൾ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. പാഠഭാഗം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഹംസത്തിന്റെ ഈ വാക്കുകളിൽ പ്രകടമാകുന്ന ജീവിത മൂല്യം എന്ത്? യോജിച്ചത് കണ്ടെത്തുക. 3 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതില് ഏറ്റവും ശരിയായത് നിങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന മാതൃസ്നേഹത്തിന്റെ മഹത്വം, കുടുംബ ബന്ധത്തിന്റെ വില, മൂന്നാമത്തേത് അനാഥത്വത്തിന്റെ വേദന. ഈ 3 പ്രസ്താവനകളാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരം തന്നിട്ടുണ്ട്. എ 1ഉം 2ഉം മാത്രം ശരി, ബി 2ഉം 3ഉം മാത്രം യോജിക്കുന്നു, സി എല്ലാം യോജിക്കുന്നു, ഡി 3 മാത്രം യോജിക്കുന്നു. ഇതിൽ ശരിയായ ഉത്തരം എന്താണ്? ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള 3 പ്രസ്താവനകളും ഇതിൻ്റെ ചോദ്യവുമായി യോജിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശരി ഉത്തരമായി തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ സി ആണ്. പിന്നെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു.
ആ കാറ്റഗറിയിൽ വരുന്ന ആ വിഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കെ പറക നീ. കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ചെവി രണ്ടും കുളിർക്കെ പറയുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെല്ലാം? സ്വന്തം നിരീക്ഷണങ്ങൾ കുറിക്കുക. അപ്പൊ ഇതിന് ഉത്തരം എഴുതേണ്ടത് എന്താണ്? ചെവി രണ്ടും കുളിർക്കെ പറയുക എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇത് നമ്മൾ കവിതാ ഭാഗത്തിൽ കണ്ടതാണ്. എന്താണ് ചെവി രണ്ടും കുളിർക്കെ പറയുക എന്നാൽ നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള, കേൾക്കാൻ സന്തോഷമുള്ള രീതിയിൽ, അല്ലെങ്കിൽ കാതുകൾക്ക് ഇമ്പം ഉണ്ടാക്കുന്ന രീതിയിൽ കഥ പറയാൻ വേണ്ടി കിളിയോട് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ആ പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാം എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള പാട്ടുകളാണ് കിളിപ്പാട്ട്. അതിൽ കിളിയോട് കവി ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, കാതിന് ഇമ്പം ഉണ്ടാക്കുന്ന രീതിയിൽ കഥ പറയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യം: മനസ്സി രുചി ജനകം എൻ്റെ ചിറകു മണി കനകം ഇതുകൊണ്ടാകാ നീ ധനികൻ. ഇത് ഹംസം പറയുന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലുള്ളതാണ്. ഇതുകൊണ്ടാകാ നീ ധനികൻ എന്ന ഹംസത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഹാസം കണ്ടെത്തി വിശദമാക്കാൻ. ഈ ചോദ്യത്തിൽ ഒരു പരിഹാസമുണ്ട്. അതായത് ഹംസത്തിന്റെ മനോഹരമായ ചിറകുകളും അതുപോലെ തന്നെ കാണാനുള്ള ഭംഗിയൊക്കെ കണ്ടിട്ടാണ് നളൻ അതിനെ പിടിക്കുന്നതും അതിനെ ഇണക്കി സ്വന്തമാക്കാനും ശ്രമിക്കുന്നത്. അവിടെ ഈ ബാഹ്യമായ സൗന്ദര്യം കണ്ടുകൊണ്ട് എന്നെ നീ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല, എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് രുചിജനകമാകുന്ന എൻ്റെ മനോഹരമായ കാഴ്ചയോ അല്ലെങ്കിൽ ചിറക് സ്വർണ്ണ സമാനമായതുകൊണ്ടോ ഒന്നും നീ എന്താകുന്നില്ല, ഒരിക്കലും ധനികനാകുന്നില്ല. അതുകൊണ്ട് പുറമേയുള്ള ആ ബാഹ്യമായ ആ ആകർഷണം കൊണ്ട് നീ ധനവാനാകാം അല്ലെങ്കിൽ ധനികനാകും എന്ന രീതിയിൽ നീ എന്നെ പിടിക്കുന്നത് എന്താണ്, ശരിയല്ല, അല്ലെങ്കിൽ അത് നിനക്കൊരു ഗുണവും ചെയ്യില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ നളന് ആ രീതിയിൽ ഒരു ഗുണവും ചെയ്യില്ല എന്ന് ഹംസം നളനെ കളിയാക്കുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബി ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം: ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്ക ചുരുക്കിനാണ്. ഈ മഹാഭാരതം കിളിപ്പാട്ടിലെ വരികളാണ്. അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ 2 വരികളും തന്നിട്ടുണ്ട്. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ഇവിടെ വരികൾ നോക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ വിശദമായ ഉത്തരം എഴുതേണ്ടതില്ല, 3 മാർക്കിനനുസരിച്ചുള്ള ഉത്തരമേ എഴുതേണ്ടതുള്ളൂ. അപ്പോൾ കാവ്യപരമായ അല്ലെങ്കിൽ ഭാഷാപരമായ സവിശേഷതയാണ് നമ്മളിവിടെ കണ്ടെത്തി എഴുതേണ്ടത്. ഇവിടുത്തെ വരികൾ ശ്രദ്ധിക്കുക. ചൊല്ലുവാനാവതില്ലെങ്കിൽ, അതുപോലെ ചൊല്ലുന്നതുണ്ട്. ഇവിടെ ആദ്യ അക്ഷരങ്ങൾ ഒരുപോലെയാണ് വരുന്നത്. 2 വരികളിലെയും ആദ്യാക്ഷരങ്ങൾ ഒരുപോലെയാണ് വരുന്നത്. അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യാക്ഷരപ്രാസം എന്നാണ് പറയുക. അതുപോലെ തന്നെ രണ്ടാമത്തെ അക്ഷരവും ഒരുപോലെയാണ് വരുന്നത്. ആ പ്രത്യേകതയെ അല്ലെങ്കിൽ ആ ഭാഷാപരമായ പ്രത്യേകതയെ നമ്മൾ എന്ത് പറയുന്നു? ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികളും. സംസാരകാരിണി സംസാരനാശിനി, അവിടെ ആദ്യാക്ഷരപ്രാസമുണ്ട്, ദ്വിതീയാക്ഷരപ്രാസമുണ്ട്. അതുപോലെ തന്നെ ഈ വരികളിൽ എന്തുണ്ട്? അവസാന വാക്കുകൾ ശ്രദ്ധിക്കുക. ആ വരികളിൽ നോക്കൂ, സംസാരകാരിണി ആയത് അവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. അപ്പം വിദ്യയും വിദ്യയും എന്ന് ഒരേപോലെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മളെന്ത്, വരികളിലെ അവസാന അക്ഷരങ്ങളും ഒരുപോലെ വരുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? അന്ത്യാക്ഷരപ്രാസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യപ്രാസം, ഈ വരികൾ ഒന്ന് എടുത്തെഴുതിയിട്ട് അതിൻ്റെ അടിവര ഇട്ടൊന്ന് വെച്ചാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. പിന്നീട് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 5 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം. 20 മാർക്കിനാണ് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ പേപ്പറിൽ ഉണ്ടാകുക. ഒരു ഉദാഹരണം നോക്കിക്കോളൂ. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തിയിരിക്കുകയാണ്, വീടുകളിലും അതുതന്നെ ഗതി. പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ലേഖനത്തിൽ നിന്ന് എടുത്തതാണ്. വിദ്യാലയങ്ങളിലും വീടുകളിലും മാതൃഭാഷയെ അവഗണിക്കുന്ന പ്രവണത കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തി കുറിപ്പ് എഴുതുക. അപ്പോൾ
അപ്പോൾ നിങ്ങളുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒരു വിലയിരുത്തൽ കുറിപ്പാണ്. പ്രകാശ് രാജ് മാതൃഭാഷയുടെ പ്രാധാന്യം, മാതൃഭാഷ നമ്മുടെ ശരീരത്തിൽ സിരകളിൽ ഓടുന്ന രക്തം പോലെ ഉള്ളൊരു ജീവനദിയാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്, വ്യക്തിത്വ വികസനത്തിലും അതുപോലെ സംസ്കാര സമ്പന്നമായൊരു തലമുറയെ വാർത്തെടുക്കുന്നത് മാതൃഭാഷയ്ക്കുള്ള സ്ഥാനമൊക്കെയാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുത്ത് എഴുതേണ്ടത്. ഇവിടെ പ്രകാശ് രാജ് പറഞ്ഞിരിക്കുന്നത് നഗരകേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയുടെ അവസ്ഥയാണ്. മാതൃഭാഷയുടെ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തി എന്നാൽ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ അനങ്ങാൻ വിടാതെ മറ്റു ഭാഷകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മാതൃഭാഷയെ അവഗണിക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അതുപോലെ തന്നെ വീടുകളിലും അതേ ഗതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ വീടുകളിൽ മാതൃഭാഷ സംസാരിക്കാൻ അനുവദിക്കാതെ ഇംഗ്ലീഷ് ഭാഷ മാത്രം സംസാരിക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചുകൊണ്ട് വീട്ടിലും കുട്ടിയെ ഇംഗ്ലീഷ് ഭാഷ നിർബന്ധിച്ച് സംസാരിപ്പിക്കുന്ന അല്ലെങ്കിൽ മാതൃഭാഷ സംസാരിക്കുമ്പോൾ വിലക്ക് ഏർപ്പെടുത്തുന്ന, അതുപോലെ തന്നെ നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, മാതൃഭാഷയിൽ സംസാരിച്ചതിന് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയിൽ സംസാരിച്ചതിന് കഠിനമായ ശിക്ഷകൾ കൊടുത്തതും തല മൊട്ടയടിച്ചതുമായുള്ള ആ രീതിയിൽ വളരെ വികൃതമായ ശിക്ഷകൾ കൊടുക്കുന്ന പ്രവണതയൊക്കെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നഗരകേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല, മാതൃഭാഷ അവഗണിക്കപ്പെടുന്നു. പെറ്റമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ എന്ന രീതിയിൽ മാതൃഭാഷയെ നമ്മൾ കാണണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു വിലയിരുത്തൽ കുറിപ്പ് നിങ്ങൾ ഇതിന് ചേർത്ത് എഴുതുക. ഇതിൽ ഒരു ബി ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും, കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിലുള്ളതാണ്. കർണന്റെ ഈ നിലപാട് നമുക്ക് തരുന്ന ജീവിത സന്ദേശങ്ങൾ എന്തെല്ലാം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഉത്തരമായി വരേണ്ടത് ഒരു വിശകലന കുറിപ്പാണ്. അപ്പോൾ കർണന്റെ ഈ ഒരു സംസാരവും അതിൻ്റെ സന്ദർഭവും നിങ്ങൾ കണ്ടെത്തണം. എന്താണ് സന്ദർഭം? കർണനോട് സേനാ നേതൃത്വം ഏറ്റെടുക്കാനായി സുയോധനൻ ആവശ്യപ്പെടുമ്പോൾ സർവ്വസൈന്യാധിപനായിട്ടുള്ള അല്ലെങ്കിൽ ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ, പ്രബലാധിപനായ ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ആ കർമ്മം ഏറ്റെടുക്കുന്നത് ശരിയല്ലെന്നും അത് ഒട്ടും എനിക്ക് യോജിച്ചതല്ല എന്നും അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആത്മാർത്ഥത, ഗുരുവിനോടുള്ള ബഹുമാനം എല്ലാം ഇതിൽ പ്രകടമാണ്. മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല, അല്ലെങ്കിൽ ആരെയും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വലുതാക്കി അതിൽ ആഹ്ലാദം കൊള്ളുന്ന ആളല്ല ഞാൻ. മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇമ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാനമാനങ്ങൾ കൊതിക്കുന്ന ഒരാളല്ല എന്നാണ് വളരെ പുഞ്ചിരിയോടുകൂടി കർണൻ പറയുന്നത്. അപ്പം ഇവിടെ കർണൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രാധാന്യം, മഹത്വം, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് എന്തെങ്കിലും ഗുണമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെട്ട ആളല്ല താൻ എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നതാണ് ഈ വരികളിൽ ഉള്ളത്. ഇനി അവസാനത്തെ ചോദ്യം 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. 7 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളായിരിക്കും നമുക്ക് തരിക. അതിൽ ഒന്നിന് നിങ്ങൾ ഉത്തരം എഴുതണം. നിങ്ങളുടെ 40 മാർക്കിൻ്റെ ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം എന്തായാലും ആസ്വാദനക്കുറിപ്പായിരിക്കും ചോദിക്കുക. മറ്റൊരു ചോദ്യം ഉപന്യാസമോ പ്രഭാഷണമോ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ കഥാപാത്ര നിരൂപണവും 7 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു 7 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നത് രാജേന്ദ്രൻ, വിവശം നിരവലംബം മമ കുടുംബമിനി. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ ഹംസത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന വരികളും പാഠസന്ദർഭങ്ങളും വിശകലനം ചെയ്ത് ഹംസത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 മാർക്കിൻ്റെ ചോദ്യമായി വന്നിരിക്കുന്നത് ഹംസത്തിൻ്റെ കഥാപാത്ര നിരൂപണം ചെയ്യാനാണ്. ഒരു കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഥാപാത്രത്തെ പരിചയപ്പെടുത്തണം. 7 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ കഥാപാത്രത്തിൻ്റെ ഒരു 5-6 സവിശേഷതകൾ കണ്ടെത്തി കൃത്യമായും അവതരിപ്പിച്ചിരിക്കണം. ഇവിടെ ഹംസം എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഹംസത്തെ എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുക? പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഹംസം. ഇതിൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹംസത്തിൻ്റെ ആ അതിരേറ്റ കുടുംബസ്നേഹം പ്രകടമാകുന്ന ഇത് സൂചിപ്പിക്കണം. നിസ്വാർത്ഥത,
ഒരു സാധുതയുമില്ലാത്ത ഹംസത്തിൻ്റെ താണു കീണുള്ള അപേക്ഷകൾ, പിന്നെ രാജാവിനോട് പോലും സത്യം തുറന്നു പറയാനുള്ള ഒരു ധീരത ആര് കാണിക്കുന്നുണ്ട്? ഹംസം കാണിക്കുന്നുണ്ട്. അതുപോലെ രാജാവിൻ്റെ ധനത്തോടുള്ള കൊതിയെ പരിഹസിക്കാനുള്ള ധൈര്യം. ഹംസത്തിൻ്റെ ഭംഗി കണ്ട്, അല്ലെങ്കിൽ ആ ചിറകിൻ്റെ ഭംഗി കണ്ട് സ്വർണമാണെന്ന് കരുതി എന്നെ പിടിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഹംസം എന്ത് ചെയ്യുന്നുണ്ട്? രാജാവിനെ പരിഹസിക്കുന്നുണ്ട്. ആ ഭാഗം കൂടിയൊക്കെ ചേർക്കുക. പിന്നെ രാജാവ് ചെയ്യുന്നത് പാപമാണെന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം ആര് കാണിക്കുന്നുണ്ട്? ഹംസം കാണിക്കുന്നുണ്ട്. ഇതുപോലൊരു 4-5 സൂചനകൾ ചേർത്തുകൊണ്ട് വളരെ വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. ഹംസം എന്ന കഥാപാത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ പ്രസക്തി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരണം നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെയാണ് കഥാപാത്ര നിരൂപണം ചെയ്യേണ്ടത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഴുവൻ സ്കോറും നിങ്ങൾക്ക്. ഇനി 7 മാർക്കിൻ്റെ ചോദ്യ വിഭാഗത്തിലെ ബി ഓപ്ഷനാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്നൊരു നാട് തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ മാതൃഭാഷയെ ഉപേക്ഷിച്ച് അന്യഭാഷകളുടെ പിന്നാലെ ഓടുന്ന ജനതയ്ക്ക് ആത്മാവിനെ നഷ്ടപ്പെടും. ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു ഉപകരണമാകാം, എന്നാൽ ആത്മാവാകാൻ കഴിയില്ല. മാതൃഭാഷയ്ക്ക് അതിന് കഴിയും. പ്രൊഫസർ എം.എൻ. വിജയൻ്റെ ഒരു പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതണം. എന്താണ് ചോദ്യം? തന്നിരിക്കുന്ന സൂചനകളെ വിശകലനം ചെയ്ത് അവയുടെ സമകാലിക പ്രസക്തി വിലയിരുത്തി മലയാളിയുടെ ഇംഗ്ലീഷ് ഭ്രമം, യാഥാർത്ഥ്യവും മിഥ്യാഭിമാനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കും. അപ്പം നമ്മൾ ഈ 3 പ്രസ്താവനകളും വിശദമായിട്ട് പരിശോധിക്കണം. എല്ലാം മാതൃഭാഷയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. മാതൃഭാഷ നമുക്ക് എങ്ങനെയെല്ലാമാണ് പ്രയോജനപ്പെടുന്നത്. മാതൃഭാഷ നമ്മളെ അമ്മയുടെ ഭാഷയാണ്, പെറ്റമ്മയുടെ ഭാഷയാണ്. മാതൃഭാഷ നമ്മളെ സാംസ്കാരിക പാരമ്പര്യമുള്ള, വ്യക്തിത്വമുള്ള ഒരു തലമുറയായിട്ട് വളർത്താൻ നമ്മളെ സഹായിക്കും. ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് മലയാളിയുടെ മാതൃഭാഷയോടുള്ള അവഗണനയും ഇംഗ്ലീഷ് ഭാഷയോടൊരു ഭ്രമവും എല്ലാം പരിഗണിച്ചുകൊണ്ട് മലയാളിയുടെ ഇംഗ്ലീഷ് ഭ്രമം, യാഥാർത്ഥ്യവും മിഥ്യാഭിമാനവും എന്നുള്ള വിഷയത്തിൽ പ്രഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. ഒരു പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ പ്രഭാഷണത്തിനൊരു ഘടനയുണ്ട്, ഒരു അഭിസംബോധന വേണം, വിഷയവുമായി ബന്ധപ്പെട്ട നല്ലൊരു ആമുഖം കൊടുക്കണം. പിന്നെ പ്രകാശ് രാജിൻ്റെയും സുകുമാർ അഴീക്കോടിൻ്റെയും പ്രൊഫസർ എം.എൻ. വിജയൻ്റെയും പ്രസ്താവനകളെ വിലയിരുത്തി മാതൃഭാഷ അല്ലെങ്കിൽ മലയാളിയുടെ ഇംഗ്ലീഷ് ഭ്രമവും അതിൻ്റെ യാഥാർത്ഥ്യവും ആ ദുരഭിമാനവും അല്ലെങ്കിൽ മിഥ്യാഭിമാനവും എന്ന വിഷയം വളരെ പ്രസക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ പ്രഭാഷണം തയ്യാറാക്കുക. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ഉപന്യാസ ചോദ്യം അല്ലെങ്കിൽ പ്രഭാഷണ ചോദ്യം നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ, മലയാളിയും മാതൃഭാഷയും, ആ രീതിയിലൊക്കെ ഉപന്യാസ ചോദ്യങ്ങളോ പ്രസംഗം തയ്യാറാക്കാനോ ഒക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കണ്ടെത്തുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. അത് പ്രസംഗമാണെങ്കിലും ഉപന്യാസമാണെങ്കിലും പ്രഭാഷണമാണെങ്കിലും വളരെ മനോഹരമായി അവതരിപ്പിക്കുക. 7 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേപ്പറിൽ ഒരു 1.5 പുറം എഴുതാൻ നിങ്ങൾക്ക് കഴിയും. ഒരു 6-7 പോയിൻ്റൊക്കെ വെച്ചിട്ട് വിശദമായിട്ട് ഉത്തരങ്ങൾ എഴുതുക. അപ്പോൾ ഈ ചോദ്യപേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നിങ്ങൾ വീഡിയോസ് കാണുക, PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വിശദമായ ഉത്തരങ്ങൾ പരിചയപ്പെടുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി, ചോദ്യഭാഗം അല്ലെങ്കിൽ ചോദ്യരൂപങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഇല്ല, മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതണം. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിൽ മൂല്യാംശങ്ങൾ എഴുതിയാൽ മതി, വാല്യൂ പോയിന്റ്സ് എഴുതിയാൽ മതി. ഒരുപാട് എഴുതി ഉത്തരങ്ങൾ എഴുതിയിട്ട് മറ്റു ചോദ്യങ്ങൾക്കുള്ള സമയം നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് സ്കോർ മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പം പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ചോദ്യങ്ങൾ പരിചയപ്പെടുക, മുകുളം മലയാളം ചാനലിലെ വീഡിയോസ് കാണുക. ഇതിൻ്റെ എല്ലാം PDF നോട്ടുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നോട്ടുകൾ നേരിട്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നോട്ട്സുകൾ നേരിട്ട് അയച്ചു തരികയും ചെയ്യാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇനി മറ്റൊരു ചോദ്യപേപ്പറുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.